ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ ഫസ്റ്റത്തെ ദിവസത്തെ ഇഫ്താർ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഇന്നലെ തന്നെ ഇടേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടുനോക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഞാനിവിടെ ആദ്യം തന്നെ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് കഞ്ഞി, ജീരക കഞ്ഞി എന്നൊക്കെ പറയില്ല, ആ ഒരു കഞ്ഞിയാണ്. അതിനുവേണ്ടി 1/4 കപ്പ് കഞ്ഞിയരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം വാഷ് ചെയ്ത ശേഷം ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു അരി ഞാനിവിടെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകിയെടുത്തിട്ടുള്ളത്. അങ്ങനെ കഴുകിയെടുക്കുന്ന സമയത്ത് അരി പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു കഞ്ഞി കുടിക്കാനും നല്ലൊരു ടേസ്റ്റാണ്, അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ ഇതാ കഞ്ഞി അരി മുഴുവനായിട്ടും ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കഞ്ഞി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കഞ്ഞി കുക്കാവുന്ന സമയം കൊണ്ട് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കഞ്ഞിയിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതിലേക്ക് 3 ചെറിയുള്ളിയും 1 ടീസ്പൂൺ നല്ല ജീരകവും ഇത് അരഞ്ഞു കിട്ടാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷം ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് കറിയിലുള്ള ആ ഒരു ചിക്കൻ പീസുകളൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ പീസുകളെല്ലാം ഞാൻ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ലവണ്ണം കുക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതിയാകും. കാരണം നമ്മൾ ഈ ചിക്കൻ ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഇതാ ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്ന ശേഷം ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കഞ്ഞി ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കഞ്ഞി നിങ്ങൾക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ അത്രത്തോളം നമുക്ക് ഈ ഒരു സമയത്ത് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കഞ്ഞി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് കൂടി ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഞാൻ അവിടെ ഫ്ലെയിം ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ളത് കൂടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, അത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് കറി റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കർ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കിയുള്ള ആ ഒരു ഓയിൽ ഉണ്ടല്ലോ, അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഓയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്ത് ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 2 സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതുപോലെ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് സവാള വഴറ്റിയെടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. പക്ഷേ നമുക്കിവിടെ സവാള നല്ലവണ്ണം വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതിയാവും. ഇപ്പോൾ ഈ ഒരു സവാളയുടെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ചായി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ഒരു പച്ചമുളക് നടുക കീറിയത് കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരു പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാല വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂണ് പെരുംജീരകം വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പെരുംജീരകത്തിന്റെ പൊടിയിൽ നമ്മൾ കറികൾക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പൊടിച്ചെടുക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഇതാ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ നമ്മുടെ മസാലപ്പൊടികളൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ കറികൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറികൾക്ക് അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂണ് പെരുംജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവച്ച് നല്ലവണ്ണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇതിലിപ്പോ ഒരു വലിയ ചിക്കൻ പീസ് എനിക്ക് സമൂസ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് എടുക്കാനുള്ളതാണ്. അപ്പൊ ഇതാ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ വേവാൻ വെച്ചിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം അതിന്റെ എയറൊക്കെ കളഞ്ഞ് കുക്കർ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മുടെ കറി ഇവിടെ നല്ലവണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കറിയിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ കറി ഇവിടെ നല്ലവണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഇടിയപ്പമാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2.5 കപ്പ് ഇടിയപ്പത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു സ്പൂണ് വെച്ചിട്ടാണ് ഇതിങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വെള്ളത്തിന്റെ അളവൊന്നും കറക്റ്റ് ആയിട്ട് പറയാത്തത് നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ ആ ഒരു ബ്രാൻഡിനും എല്ലാം അനുസരിച്ച് വെള്ളത്തിന്റെ അളവിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ വെള്ളത്തിന്റെ അളവ് ഞാനിവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. നിങ്ങളുടെ പൊടിക്ക് അനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു മയത്തിൽ തന്നെ കുഴച്ചെടുക്കണം. എങ്കിലേ നമ്മുടെ ഇടിയപ്പം ആ ഒരു അച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വീണ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നല്ലവണ്ണം കൈവച്ച് മിക്സ് ആക്കി എടുക്കാം.
കൈവച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണേ. സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പൊ ഇതാ മാവ് മുഴുവനും ഞാനിവിടെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ സേവനാഴിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാനിവിടെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഒരു ട്രിപ്പ് മാവ് ഞാൻ ഈ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഇടിയപ്പം ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇടിയപ്പം കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇഡ്ഡലി തട്ടിൽ നിന്നും വിടുവിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതേപോലെ തന്നെ സേവനാഴിയിലും കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല ഈസി ആയിട്ട് തന്നെ ഇടിയപ്പം അച്ചിൽ കൂടെ വീണ് വരും. അപ്പൊ ഇതാ ഇടിയപ്പം മുഴുവനും ഞാൻ ഈ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഈ ഇഡ്ഡലി തട്ടിൽ മുഴുവനും ഞാൻ ഈ ഇടിയപ്പം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇടിയപ്പം കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്ത ശേഷം ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒന്ന് തിളച്ച ശേഷം ഇതുപോലെ നമുക്ക് ഇഡ്ഡലി തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മുതൽ ഒരു 8 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. നമ്മളിത് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് വരും. അപ്പൊ ഇഡ്ഡലിയൊക്കെ അവിടെ റെഡിയായി വരുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ചിക്കൻ പീസുകളെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഈ ചിക്കന്റെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലുള്ള ആ ഒരു വലിയ പീസ് ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് സമൂസ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഉള്ളതാണ്. അപ്പൊ സമൂസക്ക് വേണ്ടി ഞാനൊരു പ്രത്യേകിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇതിൽ നിന്ന് തന്നെ ഒരു പീസ് ചിക്കൻ അതിനു വേണ്ടി എടുക്കുകയാണ്. അപ്പൊ ഇതാ ഈ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിൽ നിന്നും കോരി മാറ്റാം. ഇനി ഞാനിവിടെ സമൂസയാണ് റെഡിയാക്കി എടുക്കുന്നത്. ചിക്കൻ സമൂസയാണ്. അപ്പൊ ആ ഒരു സമൂസക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ സവാളയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാളയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സവാളയൊക്കെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ സവാള ഇവിടെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം അത് നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊക്കെ നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. മസാലപ്പൊടികളൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്നും ഒരു പീസ് ചിക്കൻ നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതാ ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം.
ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് മല്ലി ഇല കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോ ഞാനിവിടെ സ്വീറ്റ്സിന്റെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷീറ്റ് ഒന്ന് ഫ്രൈ പാനിൽ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഷീറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം മസാല ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. സമൂസ റോൾ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അതുകൊണ്ട് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇനി ഇതുപോലെ മൈദ മാവ് വെച്ച് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ള സമൂസകളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു മസാല വെച്ചിട്ട് ഞാനിവിടെ 8 സമൂസയോളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൈദ മാവ് കുഴച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ സമൂസ ഷീറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷെ ഞാനിവിടെ ജോലി ഒന്ന് എളുപ്പമാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സമൂസ ഷീറ്റ് റെഡിമെയ്ഡ് വാങ്ങിയിട്ട് ഇതുപോലെ സമൂസ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ സമൂസ ഒക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതേപോലെ സമൂസ റെഡിയാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുവേ. അപ്പോൾ ഫ്രീസ് ചെയ്ത് എടുക്കുന്നതിലും കൂടുതലായിട്ടും നമുക്ക് അപ്പപ്പം ഉണ്ടാക്കി എടുക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അപ്പപ്പമാണ് സ്നാക്കൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത്. ഒന്നും തന്നെ ഫ്രീസ് ചെയ്ത് എടുക്കാറില്ല. അപ്പൊ സമൂസ മുഴുവനും ഞാനിവിടെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നല്ലവണ്ണം ചൂടായ ശേഷം അതിലേക്ക് സമൂസകളൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായ ശേഷം വേണം നമുക്ക് ഇതിലേക്ക് സമൂസകൾ ഇട്ട് കൊടുക്കാനായിട്ട്. സമൂസ ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാടില്ല. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമൂസ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമൂസ അത്ര കണ്ടങ്ങ് പെർഫെക്റ്റ് ആയി കിട്ടില്ല. അപ്പൊ ഇതാ സമൂസയുടെ ഒരു ഭാഗം ഫ്രൈ ആയി വന്ന ശേഷം ഇത് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം കൂടി ഞാനിവിടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമൂസയൊക്കെ ഇവിടെ നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയ ശേഷം ബാക്കിയുള്ള സമൂസ കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ബാക്കിയുള്ള സമൂസയൊക്കെ ഞാനിവിടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 ട്രിപ്പായിട്ട് ഞാനിവിടെ 8 സമൂസയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഫ്താറിനുള്ള വിഭവങ്ങളെല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. അപ്പൊ ഇതാ ചിക്കൻ കറിയുടെ ഞാനിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് കറിയോട് കൂടിയിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ടും. അപ്പൊ ചിക്കൻ പീസുകളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അതിലെ ചിക്കൻ എന്തായാലും നിങ്ങൾ കഴിക്കും. അപ്പൊ ഇതാ ചിക്കൻ കറി ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നൂൽപുട്ടും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജ്യൂസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ക്യാരറ്റ് നേരത്തെ വേവിച്ചെടുത്തിട്ടുണ്ടല്ലേ, അത് നന്നായിട്ടൊന്ന് തണുപ്പിച്ച ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ഒക്കെ ചേർത്ത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ജ്യൂസ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. നമുക്ക് ഇഫ്താറിനൊക്കെ നല്ല ലൂസ് ആയിട്ടുള്ള ജ്യൂസ് അല്ലേ കുടിക്കാനായിട്ട് ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ ഇതാ ഇഫ്താറിനുള്ള വിഭവങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.